ആലപ്പുഴയിൽ PSC ഓഫീസിൽ പ്രതിഷേധമുണ്ടാവുകയാണ്. PSC പരീക്ഷകൾ മാറ്റിവെച്ച സംഭവം ഉണ്ടായിരുന്നു. PSC പരീക്ഷ അവസാന നിമിഷമാണ് മാറ്റിവെച്ചത്. ഇപ്പോൾ പ്രതിഷേധം ഉയരുകയാണ് ആലപ്പുഴയിൽ. പോലീസുമായി ഉന്തും തള്ളും തർക്കവും ഉണ്ടാകുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടിയാണ് PSC ഓഫീസിലേക്ക്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി ചേർന്നത്. രഘു, ഡിവൈഎഫ്ഐ ശക്തമായി പ്രതിഷേധിക്കുകയാണല്ലോ. ഡിവൈഎഫ്ഐ ഇപ്പോൾ PSC പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവരുടെ ഡിമാൻഡുകൾ, എന്താണ് അവിടുത്തെ സാഹചര്യം, ഇന്നത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രതീഷ്, ഇന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനം സമാപിക്കുകയാണ്. ഭൂരിഭാഗം പ്രവർത്തകരും മാവേലിക്കരയിലെ സമ്മേളന സ്ഥലത്താണ്. എന്നിട്ട് പോലും ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഡിവൈഎഫ്ഐയുടെ 20-25ഓളം വരുന്ന പ്രവർത്തകർ അല്പസമയം മുമ്പ് PSCയുടെ ആലപ്പുഴ PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതുപോലെ PSC ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. ഷീൽഡ് വെച്ച് പോലീസ് മാർച്ച് നടന്നു. നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സമരത്തെ നേരിട്ടത്. ഇതിനുശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവരുമായി പോലീസ് വാഹനം എയർ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവിടെ സംഘർഷമില്ല. പ്രവർത്തകരെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഈ പരീക്ഷാ നടത്തിപ്പിൽ എന്താണ് സംഭവിച്ചത് രഘു? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആലപ്പുഴ ജില്ലാ ഓഫീസാണ്. ഇവിടെ നിന്ന് 200-300 മീറ്ററേ ഉള്ളൂ തൊട്ടടുത്തുള്ള ലജനത്ത് സ്കൂളിലേക്ക്. അവിടെയാണ് ഇത് PSCക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായത്. ഇന്ന് രാവിലെയും വൈകുന്നേരവുമായി വിവിധ കമ്പനി കോർപ്പറേഷനിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള പരീക്ഷയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. രാവിലെയും പരീക്ഷ, ഒപ്പം തന്നെ ഉച്ചയ്ക്കും പരീക്ഷ. ആഫ്റ്റർനൂൺ ഫോർനൂൺ എന്ന് ഈ ചോദ്യപേപ്പറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ രാവിലെ കൊടുക്കേണ്ട ചോദ്യപേപ്പറിന് പകരം ഉച്ചയ്ക്ക് കൊടുക്കേണ്ട ചോദ്യപേപ്പറാണ് വിതരണം ചെയ്തത്. ഈ പരീക്ഷ കഴിഞ്ഞു ഉദ്യോഗാർത്ഥികൾ പുറത്തെത്തി. ഒന്നിച്ചു വന്ന 1-2 ഉദ്യോഗാർത്ഥികൾ ഈ ചോദ്യപേപ്പർ തമ്മിൽ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് തെറ്റുപറ്റി. അതായത് ചോദ്യപേപ്പർ രണ്ടും 2 ആണെന്ന് തിരിച്ചറിയുകയും വിവരം PSCയെ അറിയിക്കുകയും ചെയ്തത്. 1:30 വീണ്ടും പരീക്ഷ ആരംഭിക്കേണ്ടതായിരുന്നു. ഇതിനിടെയാണ് PSC പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് വന്നത്. നമ്മളുടെ ഒരു സംശയം, ഒരു പക്ഷേ ഈ വാർത്ത പുറത്തു വന്നില്ലായിരുന്നുണ്ടെങ്കിൽ യാതൊരുവിധമായ കുഴപ്പങ്ങളുമില്ല എന്ന് വരുത്തി PSC ഈ പരീക്ഷയുമായി മുന്നോട്ട് പോയേനെ. എന്തായാലും വാർത്ത വന്നതിന് പിന്നാലെ പരീക്ഷ ആലപ്പുഴയിൽ മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷ നടക്കുന്നുണ്ടായിരുന്നു. പരീക്ഷ മുഴുവൻ മാറ്റിവെക്കുകയായിരുന്നു. അതിനിടയിലാണ് ആലപ്പുഴയിൽ പ്രതിഷേധം DYFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.